വെൽക്കം ബാക്ക്. എന്തെല്ലാം സുഖമില്ലേ? അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ട് തന്നെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ സാൽമൺ ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. ആദ്യം നമുക്ക് സാൽമൺ ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഈ സാൽമൺ ഫ്രൈ ആക്കുമ്പോൾ ഓവറായിട്ട് സ്പൈസസ് ഒന്നും ഇട്ട് കൊടുക്കില്ല, ലൈറ്റായിട്ടുള്ള സ്പൈസസ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഞാനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി ഇല്ലാണ്ട് വെറും കുരുമുളക് പൊടി മാത്രം വെച്ചിട്ടും ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അടുപ്പിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മീൻ നല്ല റേറ്റുള്ള മീനാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ടാക്സുകളിലും കൂടിയിട്ട് ഒരു കിലോന് ഒരു 2000 രൂപയൊക്കെ വരും ഈ ഒരു മീനിൻ്റെ റേറ്റ്. ഇവിടെ ഞാനിപ്പോൾ ഒരു ചെറിയ പീസാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളൂ. ഈ ഒരു പീസിന് തന്നെ നമ്മുടെ നാട്ടിലൊരു 800 രൂപ എല്ലാം ആകുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് വാങ്ങിച്ച് നോക്കിയത്. കാണാനും നല്ല മുഞ്ചുണ്ട് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാ മീനിൻ്റെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഈ ഒരു മീനിന്. ഞാനിപ്പോൾ ഇത് ഒരു നീളത്തിലുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് തന്നെയാണ് സ്ലൈസ് ചെയ്തെടുത്തിന്. ഇനിയിപ്പോൾ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മസാല ഒക്കെ തേച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, എന്നാലൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ഫ്രൈ ചെയ്യാം, എന്നാൽ ബട്ടറിൽ ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഞാനിവിടെ 2 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബട്ടർ മെൽട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബട്ടറൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ കുറച്ച് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മീനിൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗാർലിക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ഗാർലിക് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അത് ഇതിൻ്റെ ഇടയിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഗാർലിക്കിൻ്റെ നല്ലൊരു ഫ്ലേവർ മീനിൽ കിട്ടും. അപ്പോൾ മസാലേൻ്റെ കൂടെ ചേർക്കാണ്ട് ഇതുപോലെ ചേർത്താൽ മതി, എന്നാലൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ മീനൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് പോകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ്. അപ്പോൾ മറിച്ചിടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ചിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. ഇപ്പോൾ ഇതാ എല്ലാ വശവും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇത് സാൽമൺ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ മീനിൻ്റെ ടേസ്റ്റേ അല്ല ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് കട്ടാക്കി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ കട്ടായി വരുന്നുണ്ട്. ഉള്ളിലൊക്കെ നല്ലൊരു ജ്യൂസി ആയിട്ടുള്ളൊരു മീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇതാ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിന് കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഇതാ നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ തന്നെ വന്നിട്ട് കുറച്ച് പച്ചക്കറി അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഷോപ്പിംഗ്
ഷോപ്പിങ്ങിൻ്റെ വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മളെ വ്യൂവേഴ്സിനും അതൊക്കെയാണെന്ന് തോന്നും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരെന്തായാലും മാക്സിമം ഷെയറും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കൂടുതലും വീഡിയോസ് ഇടാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മളെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതാ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ്, പിന്നെ ഇതാ ഈ ഒരു ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചിപ്സാണ് കേട്ടോ ഈ സോഹാർ ചിപ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു, ബൈ.